ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് 25 അധ്യായം 9 വാക്യം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഇസ്രായേൽ ജനതയുമായുള്ള ഉടമ്പടി ബന്ധം ദൈവം ഉറപ്പിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ മോശ ജനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആരാധനയ്ക്കായുള്ള ഇടം, അതിനുള്ള ഉപകരണങ്ങൾ, പൗരോഹിത്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും യഹോവ നൽകുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കിവ കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ വായന ഭാഗത്ത് പ്രധാനമായും കാണുവാൻ കഴിയുന്നത് യഹോവയുടെ നിയമപെട്ടകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. മാത്രമല്ല, സമാഗമന കൂടാരത്തിൻ്റെയും നിയമപെട്ടകത്തിൻ്റെയും നിർമ്മിതിക്ക് ആവശ്യമായ വസ്തുക്കൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ യഹോവ കൽപ്പിക്കുന്നു. കൂടാതെ ഈ ഭാഗത്ത് പറയപ്പെടുന്ന നിയമപെട്ടകവും കെരൂബുകളും കൃപാസനവുമെല്ലാം ജനത്തിൻ്റെ മധ്യേയുള്ള ദൈവിക സാന്നിധ്യത്തെയാണ് വെളിവാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ വായനാ ഭാഗത്തിലൂടെ ദൈവം തൻ്റെ മക്കളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തൻ്റെ ആഗ്രഹങ്ങൾ അറിയിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് നാം ദൈവസന്നിധിയിൽ നിരത്താറുള്ളത്. അതോടൊപ്പം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കാറുമുണ്ട്. എന്നാൽ ഇവയിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ആഗ്രഹങ്ങൾ അറിയിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരം പറയുന്നു: യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം എന്ന്. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, അവരോട് പറയുക എന്ന് ദൈവം അരുളി ചെയ്യുന്നു. 2, നല്ല മനസ്സോടെ തരുന്ന വഴിപാട് വാങ്ങണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ ജനതയെ ദൈവം അടിമത്തത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, പാപത്തിൽ നിന്നും മോചിപ്പിച്ചതിനും അവർക്ക് പുതിയ വ്യക്തിത്വവും അന്തസ്സും അഭിമാനവും നൽകിയതിനുമുള്ള അവരുടെ ആദര സൂചകമാണ് ഈ ദാനങ്ങൾ. അതോടൊപ്പം ആത്മസമർപ്പണത്തോടെ വേണം ദൈവത്തിന് നൽകുവാനായിട്ടും. ഇത്തരത്തിൽ ദാനങ്ങൾ അർപ്പിക്കുന്നത് അത് ദൈവത്തിനായാലും മനുഷ്യർക്കായാലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ ഇത്രയധികം ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടും നാം എന്താണ് ദൈവത്തിന് പകരമായിട്ട് നൽകിയിട്ടുള്ളത്? ഇവിടെ രണ്ടാമതായിട്ട് യഹോവയായ ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ താല്പര്യങ്ങൾ മനുഷ്യരിലൂടെ നിവർത്തിക്കുന്ന ഒരു ദൈവം എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 25 അധ്യായം 9 വാക്യത്തിൽ, അതായത് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് പറയുന്നത് ഇപ്രകാരമാണ്: തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം എന്ന് അവിടെ പറയുന്നു. എന്നാൽ മനുഷ്യരുടെ സർഗാത്മകതയ്ക്ക് ദൈവം വളരെയധികം പ്രാധാന്യമാണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ഭാവനയിൽ സ്വർഗീയ ചുറ്റുപാടുകൾ ഒരുങ്ങുകയാണ് ഇവിടെ. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ദൗത്യത്തിൽ പങ്കാളിയാകുവാനുള്ള മനുഷ്യരുടെ നിയോഗം ഇവിടെ വെളിപ്പെടുന്നു. ഈ ജനതയുടെ ഉള്ളിലെ ക്രിയാത്മകതയെ തമ്പുരാൻ പരിപോഷിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനതയുടെ സർഗാത്മകതയെ ചൂഷണം ചെയ്യുകയും അടിമത്തത്തിലൂടെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത ഈജിപ്തിലെ ഫറവോന് ഇവിടെ യഹോവ ഒരു ബദലായി മാറുന്നു. അങ്ങനെ ഇസ്രായേൽ ജനതയെപ്പോലെ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതിനെ ദൈവത്തിനായി സമർപ്പിക്കുവാനും നമ്മിലൂടെ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ നിവർത്തിക്കത്തക്കവണ്ണം ജീവിക്കുവാനും നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ സമ്പത്തും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.